നേരത്തെ ആണല്ലോ. ക്ലാസ് കഴിഞ്ഞോ? ഓ കഴിഞ്ഞു. ഹായ് വെള്ളപ്പം കറിയോ? ഇതെന്താ ഇതിനെ പറ്റി വിചാരിച്ചത്? കോഴിക്കറി. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇല്ലേ? പക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയതല്ലല്ലോ. ഇത് രണ്ടും ഞാൻ ഉണ്ടാക്കിയ കോഴി വായും കൊണ്ടുവന്നത് അങ്ങോട്ട് കറി ഉണ്ടല്ലേ? നിങ്ങൾ ഉണ്ടാക്കിയ കറി അല്ല ഇത് ഷെയ്ക്ക. ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് ഫിനോ. ഷെയ്ക്ക ഇതേ സെയിം കറി ഇന്നലെ ഞാൻ ഫസ്റ്റിന്റെ വീട്ടിൽ നിന്ന് തിന്നതാ. എന്താ സത്യം? നിങ്ങൾ അങ്ങോട്ട് പോയതോ ഓൾ ഇങ്ങോട്ട് വന്നതോ? എന്തൊക്കെ കഥ എങ്ങോട്ടൊക്കെ കൊണ്ടുപോണത്? ഇങ്ങോട്ട് ഒറ്റ മിനിറ്റ് ഇത് കൂട്ടിയിരിക്കും, ഇപ്പൊ വരാം. എന്നാ ഈ മരുന്ന് കൂട്ടുകൊണ്ടാണ് ഈ കറി ഉണ്ടാക്കിയത്. വെറുതെ ഓരോ കഥ ഉണ്ടാക്കിയോളൂ. ഇങ്ങോട്ട് കൊണ്ടാ. എന്താണ് പറയും? അതല്ല ഷെയ്ക്ക സ്പൈസസോ? അതന്നെ അതിന്റെ പേര്. പണ്ടൊക്കെ മുത്തശ്ശിമാരുണ്ടാക്കിയിരുന്നല്ലോ മരുന്ന് കൂട്ട്. അതേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ മരുന്ന് കൂട്ടും. ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മളൊക്കെ രാത്രി പുറത്തുനിന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത്. അതിലെന്തൊക്കെ ചേർത്തണ്, നമ്മളെ ഹെൽത്തിന് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ മാറാൻ ഈ ഒരു സാധനം ബെസ്റ്റാണ്. വലിയ ആൾക്കാർക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാം. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനൊക്കെ അടിപൊളി സാധനമാണ്. കോഴി, താറാവ്, ആട്, മുയല്, ബീഫ്, ടർക്കി കോഴി, അങ്ങനെ നമ്മളെ വീട്ടിൽ എന്തൊക്കെ ഇറച്ചി ഉപയോഗിക്കോ അതിലൊക്കെ നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം. എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള കംപ്ലീറ്റ് റെസിപ്പി ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. കിട്ടി? ഓള് തന്നോന്നല്ല, ഇത് ആമസോണിലൊക്കെ 217 ഉറുപ്പ്യ കൊടുത്ത സാധനം കിട്ടാണ്ട്. ഇനി വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ 177 ഉറുപ്പ്യക്ക് എനിക്ക് ചൂടോടെ സാധനം കിട്ടും. നിങ്ങൾ ഓക്ക് പറഞ്ഞെടുത്തതോ ഓൾ ഇങ്ങക്ക് പറഞ്ഞതാ?